ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിലേക്ക് തിരിച്ചുവരവ് വന്നതോടുകൂടി പല കമ്പനികളും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് IPOകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലും പല കമ്പനികൾ ലിസ്റ്റായ പല കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ 100%-ലധികം റിട്ടേൺസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വരുന്ന ആഴ്ചയും മാർക്കറ്റിൽ കുറച്ച് IPOകൾ വരാൻ പോകുന്നു. അതിലൊന്നായ ലിഖിത ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ബിസിനസ് ഏരിയ, അതുപോലെ തന്നെ ലോങ് ടൈമിലേക്കുള്ള ഈ ഒരു കമ്പനിയുടെ പോസിബിലിറ്റീസ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഒരു IPOൻ്റെ ഡീറ്റെയിൽസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ ആയിരിക്കും ഇഷ്യൂ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. 117 മുതൽ 120 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു IPO ആണ്. 51 ലക്ഷം ഷെയർസ് മാത്രമാണ് ഇവർ ഈ ഒരു IPOയിലോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം 61.2 കോടി വർത്ത് ചെയ്യുന്ന ഷെയർസാണ് ഇവർ ഈ ഒരു IPOയിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു കമ്പനിക്ക് 2 പ്രൊമോട്ടേഴ്സാണുള്ളത്, ശ്രീനിവാസ് റാവോ, ലിഖിത. അപ്പോൾ ഈ ഒരു IPOയ്ക്ക് മുമ്പ് IPO ആയിട്ട് IPOയ്ക്ക് മുമ്പ് ഇവരുടെ ഒരു ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 99.96% ഹോൾഡിങ്ങും ഈ ഒരു പ്രൊമോട്ടറിൻ്റെ ഭാഗത്താണ്. അതുപോലെ തന്നെ ഈ ഒരു IPO റിലീസ് ആയതിനു ശേഷം ഇവരുടെ ഹോൾഡിങ്സ് 74.11% കുറയുകയും ചെയ്യും. മിനിമം 125 ഷെയർസിൻ്റെ ഒരു ലോട്ടായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റാകും എന്ന രീതിയിലാണ് അനൗൺസ്മെൻറ്റുകളിൽ അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു കമ്പനി ഈ ഒരു IPO റിലീസ് ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ജനറൽ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്സ് മാത്രമാണ് ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജനറൽ വർക്കിംഗ് ക്യാപിറ്റൽസ് മീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ജനറൽ കോർപ്പറേറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, അതുമാത്രമല്ല IPO ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻഡിച്ചറും മീറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാരണങ്ങൾ മാത്രമാണ് ഈ ഒരു IPO ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കാരണങ്ങളായിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു IPO ഇഷ്യൂ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഓഫർ ഫോർ സെയിലിൽ ഒരു ഷെയർസും വരുന്നില്ല. പൂർണ്ണമായിട്ടും ഷെയർസിൻ്റെ ഫ്രഷ് ഇഷ്യൂ മാത്രമാണ് ഇവർ ഇതിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു കമ്പനിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1998 ഈ ഒരു കമ്പനി രൂപം കൊള്ളുന്നത്. പ്രധാനമായിട്ടും ഓയിൽ, അതുപോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ ലേയിങ്, അതുപോലെ തന്നെ അതിൻ്റെ സർവീസ് മെയിൻ്റനൻസിലാണ് ഇവരുടെ ബിസിനസ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആദ്യമായിട്ട് ഒരു ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ നിർമ്മിച്ച കമ്പനി ഇവരാണ്. അതുമാത്രമല്ല, ഇത് പ്രധാനമായിട്ടും ഇന്ത്യ അതുപോലെ തന്നെ നേപ്പാൾ, ഈ ഒരു 2 കൺട്രിയുടെ അവരുടെ ഇടയിലാണ് ഇവർ ഈ ഒരു പൈപ്പ് ലൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 16-ലധികം സംസ്ഥാനങ്ങളിലും ഏകദേശം 2 യൂണിയൻ ടെറിട്ടറീസിലും ഇവരുടെ ഒരു പ്രസൻസ് നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഏകദേശം 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഇവരുടെ ഒരു ബിസിനസ് ഏരിയ നോക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ക്രോസ് കൺട്രി പൈപ്പ് ലൈൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊജക്റ്റുകൾക്ക് അതിൻ്റെ പൈപ്പ് ലൈൻസൊക്കെ ഇടുക, അതിൻ്റെ സർവീസ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ മെയിൻ്റെനൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇവരുടെ ബിസിനസ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഇനി ഇവരുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു പോസിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനു മുമ്പ് വന്നൊരു അനൗൺസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.2 ലക്ഷം കോടി രൂപ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് സിറ്റി ഗ്യാസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഏകദേശം 300-ലധികം സിറ്റീസിൽ 300-ലധികം ഡിസ്ട്രിക്റ്റുകളിൽ സിറ്റി ഗ്യാസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് 1.2 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വളരെ മാസീവായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രസൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ വ്യാപിച്ചെടുക്കുന്ന ഒരു നെറ്റ്വർക്ക് ഇവർക്കുണ്ട് എന്നുള്ളത് ഇവർക്ക് നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരുടെ ഒരു ക്ലയൻറ്റ് ബേസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇന്ത്യയിൽ ഓയിൽ ഗ്യാസ് ഫീൽഡിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഇവരുടെ ഒരു കസ്റ്റമേഴ്സ് ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രധാനമായിട്ടും ONGC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഗെയിൽ, ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഇവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 2018 മുതൽ 2020 വരെയുള്ള ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പെർഫോമൻസും ഇവർ കാഴ്ചവെച്ചിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരുടെ ഒരു ബിസിനസ് മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം എക്സ്പെൻസ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന രീതിയിലുള്ളൊരു ബിസിനസ് മോഡലാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വളരെ എഫിഷ്യൻ്റായിട്ട് ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ അത് മാത്രമല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എക്സിക്യൂഷൻ കേപ്പബിലിറ്റീസ്, പ്രൊജക്റ്റുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റീസ് നമുക്ക് ഇവരുടെ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ പ്രൊജക്റ്റുകളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടെത്താൻ സാധിക്കുന്നതുമാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പിയർ കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു കോമ്പറ്റീറ്ററായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി മാർക്കറ്റിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവരുടെ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളിലെ കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയറുകൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 22% വർധന ഗ്രോത്ത് റേറ്റിലാണ് ഇവരുടെ ഒരു റവന്യൂ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു 3 വർഷം. അതായത് 22% CAGR ആണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്ട്രെങ്ത്ത് വളരെ കീ ആയിട്ടുള്ള കുറേ ഇവരുടെ കമ്പനിയിലുള്ള പോസിബിലിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ കുറേ നല്ല പോയിന്റുകൾ ഇവർക്ക് നിലനിൽക്കുന്നുവെങ്കിലും റിസ്ക് ഫാക്ടേഴ്സും ഇവർക്ക് കൺസിഡർ ചെയ്യേണ്ട കുറേ റിസ്കി മേഖലകളും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ. അതിലാദ്യമേ തന്നെ ഇവരുടെ കമ്പനിക്കും പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ലീഗൽ പ്രൊസീഡിംഗ് നടക്കുന്നു എന്നുള്ളത് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. പ്രധാനമായിട്ടൊരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലീഗൽ പ്രൊസീഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കമ്പനിക്കോ പ്രൊമോട്ടേഴ്സിനോ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെയും അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റിനെ എല്ലാം തന്നെ ബാധിക്കും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞൊരു ഇവരുടെ ക്ലയൻറ്റ് ബേസ് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ക്ലയൻറ്റ്സ് ആണ് ഇവർക്കുള്ളത്. എന്നിരുന്നാലും ഈ ഒരു ക്ലയൻറ്റുകളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഈ ഒരു മേഖല ആയതുകൊണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് മേഖല ആയതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് ബേസ് ആണ് ഇവർക്കുള്ളത്. അതിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ക്ലയൻറ്റുകളാണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലയൻറ്റ് ബേസ് ആണ് ഇവർക്കുള്ളത്. ഈ ഒരു ക്ലയൻറ്റുകളാണ് ഇവരുടെ റവന്യൂവിലെ മേജർ പോർഷൻസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്ലയൻറ്റുകളിൽ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിന് ഇവർക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ അവരുടെ റവന്യൂവിലും നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ കൊണ്ടുവരും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, ഇവരുടെ വർക്കുകളെല്ലാം ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകൾ വർക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കോൺട്രാക്ട് ബേസിസുള്ള വർക്കാണ് ഇവർ ചെയ്യുന്നത്. അതുമാത്രമല്ല, ക്ലയൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പ്രൊജക്റ്റുകൾ ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനും ഈ ഒരു കോൺട്രാക്ട് ബേസിസുള്ള വർക്കുകളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതിവിടെയും ഒരു റിസ്കി ഫാക്ടർ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി അതുമാത്രമല്ല, ഇവരുടെ ഒരു പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സീസണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഒരു റെയിനി സീസൺ വരുന്നു, ഒരു ഫ്ലഡ് വരുന്നു, അങ്ങനത്തെ ഒരു നാച്ചുറൽ കലാമിറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സീസണൽ ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു വർക്കിനെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വർക്ക് ഡിലേ ആവുക, അതുപോലെ തന്നെ വർക്ക് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ലോക്ക്ഡൗൺ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ വർക്കില്ലാതെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരിക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ ഒരു ബിസിനസ്സിനെയും റവന്യൂവിനെയും ബാധിക്കും. അതുമാത്രമല്ല, ഈ ഒരു സെക്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു റിസ്കി ആയിട്ടുള്ള മേഖലയാണ്, റിസ്കി ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അവിടെയും കോമ്പറ്റീഷൻ അധികമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു ബിസിനസ് ഏരിയയാണിത്. അതുമാത്രമല്ല, ഇങ്ങനത്തെ പ്രത്യേകിച്ചും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ലൈസൻസിനൊക്കെ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടാവും. മാക്സിമം ലിമിറ്റിലുള്ള ഇത്ര വർക്ക് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമേ ഇവരുടെ ലൈസൻസിൽ എടുക്കാൻ ഇവർക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവരെക്കാട്ടിലും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഓർഡറുകൾ എടുക്കാനുള്ള ലൈസൻസുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കമ്പനികളൊക്കെ വന്ന് ഇവരുടെ ഒരു പ്രോജക്റ്റിനെ ബിഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരൊരു ലോ കോസ്റ്റിൽ ആ പ്രോജക്റ്റ് ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ആ പ്രോജക്റ്റൊക്കെ ലോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ബിഡിങ്ങിൽ. അപ്പം ഇതൊക്കെ ഇവരുടെ ഒരു കോമ്പറ്റീഷനുകൾ കൺസിഡർ ചെയ്യുമ്പോൾ, കോമ്പറ്റീറ്റീവ് ഏരിയ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് കൂടുതൽ റിസ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റുകളാണിത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊറോണയുടെ ഇമ്പാക്റ്റുകൾ വളരെയധികം നിലനിൽക്കുന്നു. ലോക്ക്ഡൗണുകളും 3 മാസത്തോളം പൂർണ്ണമായിട്ടുള്ള ഒരു ലോക്ക്ഡൗണുകൾ നിലനിന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ വർക്കുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൊജക്റ്റുകളെല്ലാം തന്നെ സീറോ ഡെവലപ്മെൻറ്റിലായിരിക്കണം ഉണ്ടായിരുന്നിരിക്കുക. എന്നിരുന്നാലും ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവരുടെ അൺഓഡിറ്റഡ് ആയിട്ടുള്ളൊരു ഡാറ്റ പ്രകാരം ഈ ഫിനാൻഷ്യൽ ഇയറിലെ Q1 50% ഇമ്പാക്റ്റ് ആണ് റവന്യൂവിൽ ഉണ്ടാകാൻ സാധ്യതയായിട്ട് കാണിച്ചിരിക്കുന്നത്. അൺഓഡിറ്റഡ് റെക്കോർഡാണ്. എന്നിരുന്നാലും അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ഹാഫിൽ ഏകദേശം 15% ഇമ്പാക്റ്റുകൾ റവന്യൂവിൽ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ചുണ്ടാകും എന്ന രീതിയിലും ഇവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതുമാത്രമല്ല, ഇവരുടെ ഒരു ഡെപ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ജൂലൈ 31 ജൂലൈ 31 വരെയുള്ള ഒരു ഡാറ്റ പ്രകാരം 1.75 കോടിയുടെ ഒരു നെറ്റ് ഡെപ്റ്റ് കമ്പനിക്ക് നിലനിൽക്കുന്നു. അതുമാത്രമല്ല 58.11 കോടിയുടെ ഒരു ബാങ്ക് ഗ്യാരണ്ടിയും ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോയിന്റുകൾ ഇവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്ട് ബേസിസിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികളെല്ലാം പുതിയ ഓപ്പർച്യൂണിറ്റികൾ വളരെ മിനിമലായിട്ടുണ്ടാവൂ എന്നുള്ള രീതിയിലും ഒരു പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഇനി ഇവരുടെ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ, ഒരു കഴിഞ്ഞ 3 വർഷത്തെ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ കൺസിഡർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു വർധനവാണ് ഓരോ വർഷം ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2018 അത് 7 കോടിയായിരുന്നുവെങ്കിൽ 2019 ആകുമ്പോൾ 17.85 കോടിയും 2020 ആകുമ്പോൾ 19.87 കോടിയുടെ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവന്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിലും നല്ലൊരു ഗ്രോത്താണ് ഇവർ ഓരോ വർഷവും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനുള്ള ഒരു ക്യാഷ് ഫ്ലോ അത് നോക്കുമ്പോൾ അതിലും നല്ലൊരു വർധനമാണ് ഉണ്ടാകുന്നത്. 2018 നിന്ന് 2019 ചെറിയൊരു കുറവ് വന്നിരുന്നുവെങ്കിലും 2020 ആകുമ്പോഴത്തേക്കും അതിലും നല്ലൊരു വർധനവ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ റെക്കോർഡാണ് ഇതുവരെ ഈ ഒരു കമ്പനിയിൽ കാണാനായിട്ടുള്ളത്. ഇനി ഈ ഒരു IPOൻ്റെ ടൈം ലൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 തീയതി വരെ ആയിരിക്കും ഇഷ്യൂ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അലോട്ട്മെൻറ്റിൻ്റെ ഫൈനലൈസേഷൻ ഒക്ടോബർ 7 തീയതിയും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് റീഫണ്ട് ഇനിഷ്യേഷൻ ഒക്ടോബർ 8 തീയതിയും അലോട്ട്മെൻറ്റ് ആയവർക്ക് ഒക്ടോബർ 9 തീയതി ഈ ഒരു ഷെയർസ് എല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ഒക്ടോബർ 12 തീയതി മാർക്കറ്റിൽ ലിസ്റ്റ് ആവുകയും ചെയ്യും ഈ ഒരു IPO. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നിലനിൽക്കുന്നൊരു ചോദ്യം, ഒരു ലോങ് ടൈം വ്യൂയോടുകൂടി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു പോസിറ്റീവ് പോയിൻറ്റ്സും നെഗറ്റീവ് പോയിൻറ്റ്സും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ലോങ് ടൈം വ്യൂയോടുകൂടി ഈ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു ഈ ഒരു സമയത്ത്. നമ്മൾക്കൊരു ഇപ്പോൾ ഷോർട്ട് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലിസ്റ്റിംഗ് ഗെയിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ ഒരു 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു റെസ്പോൺസൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു ഡാറ്റകളൊക്കെ വെച്ച് ഈ ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുക. RHP ഫയലൊക്കെ നിങ്ങൾക്ക് സെബിയുടെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു RHP ഫയലിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡാറ്റയൊക്കെ വെച്ച് ഈ ഒരു കമ്പനി അനലൈസ് ചെയ്യുക. ഈ ഒരു IPOൻ്റെ ഒരു പോസിബിലിറ്റീസൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടെത്തുന്ന കാര്യങ്ങളും അറിയിക്കുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.